SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കടുത്ത നിലപാടെടുത്തത് പാർട്ടി യോഗങ്ങളിൽ നടന്ന രൂക്ഷമായ വിമർശനത്തിന് ശേഷം എന്ന് വാർത്ത. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കും മുഖ്യമന്ത്രിയുമായി ഒന്നിച്ചുള്ള കാർ യാത്രയ്ക്കുമെതിരെ CPI യോഗങ്ങളിൽ നല്ല വിമർശനമായിരുന്നു. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഹാപ്പി ന്യൂ ഇയർ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഹാപ്പി ന്യൂ ഇയർ. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. വർക്കല ശിവഗിരിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ചതിനെതിരെയാണ് ബിനോയ് വിശ്വം രൂക്ഷമായ പ്രതികരണം നടത്തിയത്. ആ തൊപ്പി വെള്ളാപ്പള്ളി നടേശനാണ് ചേരുക എന്നതായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം. പതിവിന് വിപരീതമായി രൂക്ഷമായ പ്രതികരണം നടത്താനുള്ള ബിനോയ് വിശ്വത്തെ പ്രേരിപ്പിച്ച ഘടകം പാർട്ടി കമ്മിറ്റികൾക്കകത്ത് വലിയ തോതിലുള്ള വിമർശനമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നത് എന്നതാണ്. CPIയുടെ സംസ്ഥാന കൗൺസിലിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെയും അതിനെ അനുകൂലിക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനത്തിനെതിരെയും രൂക്ഷമായ വിമർശനം നടന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയും കൂട്ടി ഒരുമിച്ച് കാറിലെത്തിയതിനെതിരെ വിമർശനം ഉയർന്നു. ഇത്തരത്തിലൊരു വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ബിനോയ് വിശ്വം വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിച്ചിരുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്ത് വയനാട്ടിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗം സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ എതിർപ്പുമായി എഴുന്നേൽക്കുകയും ചെയ്തിരുന്നു. എന്താ വെള്ളാപ്പള്ളിയുടെ പേര് പറയാൻ പേടിയുണ്ടോ എന്നായിരുന്നു വയനാട്ടിൽ നിന്നുള്ള കൗൺസിലറുടെ ചോദ്യം. അങ്ങനെയാണ് ബിനോയ് വിശ്വം പിന്നീട് നിലപാട് തിരുത്തുകയും ഇത്തരം വെള്ളാപ്പള്ളി നടേശനെതിരെ കർശനമായൊരു സമീപനം എടുക്കുന്ന നിലയിലേക്ക് വന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വെള്ളാപ്പള്ളി നടേശനോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്നതാണ് CPIക്കകത്ത് ഉയരുന്ന പൊതുവികാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.